പടിഞ്ഞാറേക്കലട സ്വദേശി സതീശന് അഭയമൊരുക്കി ഗാന്ധിഭവൻ. പെയിന്റിംഗ് തൊഴിലാളിയായ സതീശൻ 12 വർഷമായി കിടപ്പിലാണ്. ശാസ്താംകോട്ട പോലീസിന്റെ ഇടപെടലിലാണ് ഗാന്ധിഭവൻ സതീശനെ ഏറ്റെടുത്തത്. കല്ലട സമൂഹത്തെ ഇവരെ വിവരം അറിയിക്കുകയും ഇദ്ദേഹത്തിൻ്റെ സുഖമില്ലായ്മയും മാനസിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ ഇവിടെ 2 തവണ എത്തുകയും അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും. പടിഞ്ഞാറേക്കല്ലട കോയിക്കൽ ഭാഗം കാഞ്ഞിരംവിളയിൽ സതീശനെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. പെയിന്റിംഗ് തൊഴിലാളിയായ സതീശൻ 12 വർഷമായി കിടപ്പിലാണ്. ഭാര്യയും ഡിഗ്രിക്ക് പഠിക്കുന്ന മകളും +1 പഠിക്കുന്ന മകനും അടങ്ങുന്നതാണ് കുടുംബം. ഭാര്യയും സുഖമില്ലാതെ ദീർഘനാളായി ചികിത്സയിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ചികിത്സകൾക്കും പണം കണ്ടെത്താനാകാതെ കിടപ്പിലായ സതീശനെ സംരക്ഷിക്കുവാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു കുടുംബം. കുടുംബത്തിന്റെ ദയനീയാവസ്ഥ അറിഞ്ഞ ശാസ്താംകോട്ട സബ് ഇൻസ്പെക്ടർ KH ഷാനവാസ് ഗാന്ധിഭവനുമായി ബന്ധപ്പെടുകയും സതീശനെ ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി, ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് മുന്നംഗം S ദിലീപ് കുമാർ, കല്ലട സൗഹൃദം പ്രവർത്തകരായ ഉമ്മൻ രാജു, കൃഷ്ണകുമാർ, ജോൺ ഐക്കര, ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. ഷാനവാസ് പത്തനാപുരം ഗാന്ധിഭവൻ സോമരാജൻ സാറിനെ അറിയിച്ചതനുസരിച്ചാണ് ഗാന്ധിഭവൻ കോർഡിനേറ്റർ എന്ന നിലയിൽ എന്നെ ഈ വിഷയം ചുമതലപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും എൻ്റെ സഹയാത്രികനായ ദിലീപ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ വളരെ ദയനീയമാണ്. അദ്ദേഹം 10 വർഷമായി കിടപ്പിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുക്കാൻ ഇദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.